ഹലോ, വെൽക്കം ടു മൈ ചാനൽ ജേണി വിത്ത് മീ. നമുക്കിന്നൊരു ക്രോഷ്യ ചെയ്താലോ? അതിന് മുന്നേ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറേ മുന്നേ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്റ്റാറാണ്. ക്രിസ്മസ് ഒക്കെ ആയില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാധാ വൂളൻ നൂലാണ് എടുക്കുന്നത്. പിന്നെ ഒരു ഹുക്കും കത്രികയും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്ലിപ്പ് നോട്ട് ഇടാൻ വേറെയും മെത്തേഡ്സ് ഉണ്ട്. ഞാൻ ഇതുപോലെയാണ് ചെയ്യാറ്. അങ്ങനെ ഹുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 6 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്ത് ലൂപ്പിലൂടെ പുറത്തേക്ക് വലിക്കാൻ വേണ്ട. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ടോട്ടൽ 6 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. ഇനി ഇത് ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ചുമായിട്ട് അറ്റാച്ച് ചെയ്യണം. സ്ലിപ്പ് നോട്ട് വെച്ചിട്ട് റൗണ്ടായി കിട്ടാൻ വേണ്ടിയിട്ട്. സ്ലിപ്പ് നോട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ചിലൂടെ ഹുക്ക് കടത്തിയിട്ട് യാൺ ഓവർ ചെയ്ത് ഒരു ലൂപ്പ് വലിക്കുക. അതിനുശേഷം അതേ ലൂപ്പ് ഓൾറെഡി ഹുക്കിലുണ്ടായ ലൂപ്പിലൂടെ വീണ്ടും വലിച്ചിട്ട് ഒരൊറ്റ ലൂപ്പ് മാത്രമാക്കി മാറ്റുക. അപ്പോൾ അങ്ങനെ റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി 3 ചെയിൻ സ്റ്റിച്ച് കൂടെ ചെയ്യുക. അതിന് ശേഷം റിങ്ങിലൂടെ ടോട്ടൽ 14 ഡബിൾ ക്രോഷ്യേസ് ചെയ്യണം. ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം യാൺ ഓവർ ചെയ്ത് റിങ്ങിലൂടെ കടത്തി വീണ്ടും യാൺ ഓവർ ചെയ്ത് വലിക്കുക. അപ്പോൾ ടോട്ടൽ 3 ലൂപ്പ് ഹുക്കിൽ കിട്ടും. എന്നിട്ട് ഫസ്റ്റ് 2 ലൂപ്പിലൂടെ വേറൊരു ലൂപ്പ് വലിച്ചെടുക്കുക. പിന്നെ കിട്ടുന്ന 2 ലൂപ്പിലൂടെ അടുത്തൊരു വേറൊരു ലൂപ്പ് വീണ്ടും വലിച്ചെടുക്കുക. അങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ടോട്ടൽ 14 ഡബിൾ ക്രോഷ്യേസ് നമ്മൾ ചെയ്തെടുക്കണം. അങ്ങനെ ടോട്ടൽ 14 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് സ്ലിപ്പ് നോട്ട് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി സ്റ്റാർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് 5 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അതിൽ രണ്ടാമത്തെ ചെയിനിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യണം. സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിനിലൂടെ ഹുക്ക് കടത്തി യാൺ ഓവർ ചെയ്ത് വലിക്കുക. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാവും. അപ്പോൾ വീണ്ടും യാൺ ഓവർ ചെയ്ത് ഈ 2 ലൂപ്പിലൂടെ വേറൊരു ലൂപ്പ് പുറത്തേക്ക് വലിക്കുക. അങ്ങനെയാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇനി നെക്സ്റ്റ് ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ യാൺ ഓവർ ചെയ്ത് ആ ചെയിനിലൂടെ ഹുക്ക് കടത്തി വേറൊരു ലൂപ്പ് വലിച്ചെടുക്കുക. അപ്പോൾ ടോട്ടൽ 3 ലൂപ്സ് ഉണ്ടാവും. ആ 3 ലൂപ്പിലൂടെയും വേറൊരു പുതിയൊരു ലൂപ്പ് വലിച്ചെടുക്കുക. അങ്ങനെയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി നെക്സ്റ്റ് ചെയിനിൽ ഡബിൾ ക്രോഷ്യ ചെയ്യണം. അത് നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ഇനി നെക്സ്റ്റ് ചെയിനിൽ ട്രിപ്പിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് 2 തവണ യാൺ ഓവർ ചെയ്തതിന് ശേഷം ചെയിനിലൂടെ കടത്തുക. അതിന് ശേഷം ഒരു ലൂപ്പ് വലിച്ചെടുത്ത് ഫസ്റ്റ് 2 ലൂപ്പിലൂടെ വേറെ ലൂപ്പ് വലിച്ചെടുക്കുക. അടുത്ത 2 ലൂപ്പിലൂടെ വേറെ ലൂപ്പ് വലിച്ചെടുക്കുക. അടുത്ത 2 ലൂപ്പിലൂടെ വേറൊരു ലൂപ്പ് വലിച്ചെടുക്കുക. അങ്ങനെ ലാസ്റ്റ് ഒരു ലൂപ്പ് ആവുന്നവരെ ഇതുപോലെ ചെയ്യാം. ഇങ്ങനെയാണ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. ഇനി ഇത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ ചെയ്ത 14 ഡബിൾ ക്രോഷ്യയിൽ 2 ഡബിൾ ക്രോഷ്യ വിട്ട് അടുത്ത 3ാമത്തെ ഡബിൾ ക്രോഷ്യയിലാണ് നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് അറ്റാച്ച് ചെയ്യാം. അങ്ങനെ ആ ട്രയാങ്കിൾ ആ റൗണ്ടുമായിട്ട് അറ്റാച്ച് ആയിട്ടുണ്ട്. ഇനി നമ്മളിതുപോലെ 4 ട്രയാങ്കിൾ കൂടി ചെയ്തെടുക്കണം. ഇതേ മെത്തേഡ് തന്നെ.
അങ്ങനെ അവസാനത്തെ ട്രയാങ്കിളും ഞാൻ ഇതുപോലെ സ്ലിപ്പ് നോട്ട് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ബാക്കിയുള്ളതാണ് കട്ട് ചെയ്ത് കൊടുക്കുക. അതേ ആണ് നമ്മൾ ബാക്കിലൂടെ വലിച്ചെടുത്ത് ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത്രയും സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതുപോലെ 2 സ്റ്റാർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ബൈ.